ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോമോ വീഡിയോ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് മേക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ XML ഫയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു XML ഫയൽ കിട്ടാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇത് ഈ ഒരു വീഡിയോ ഉണ്ട്. സോ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് ഓണെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു XML ഫയലിൻ്റെ ലിങ്കും ആ ഒരു മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ നേരെ നമ്മൾ ആ ഒരു വീഡിയോയിൽ ചെന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓണെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു XML ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതിൻ്റെ കാര്യമൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അലൈറ്റ് മോഷനിലേക്ക് XML ഫയൽ ആഡ് ആക്കലാണ്. ഓക്കെ, അപ്പോൾ അലൈറ്റ് മോഷനിലേക്ക് എങ്ങനെയാണ് XML ഫയൽ ആഡ് ആക്കണമെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ഡ്രൈവ് ലിങ്ക് വഴി ആ ഒരു XML ഫയൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നേരെ അലൈറ്റ് മോഷനിലേക്ക് വന്നാൽ ഇവിടെ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ കാണും. സോ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മേലിലായിട്ട് അപ്ലോഡ് XML എന്ന് പറഞ്ഞ് കാണും. ഓക്കെ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മുടെ ആ ഒരു XML ഫയൽ സേവ് ചെയ്തത് ഓണം പ്രോമോ വീഡിയോ എന്ന് പറഞ്ഞാണ്. അത് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു XML ഫയൽ ഇവിടെ വരും. അത് നേരെ നമുക്ക് നമ്മുടെ ലൈറ്റ് മോഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് XML ഫയൽ ഇമ്പോർട്ട് ആക്കണത്. സോ ഇമ്പോർട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ XML ഫയൽ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ അതിൽ ഇങ്ങനെയായിരിക്കും, ആ ഒരു മീഡിയസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു ബ്ലാക്ക് ആയിട്ട് കിടക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊജക്റ്റ് ഫയൽ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് നെയിമൊക്കെ വേണമെങ്കിൽ ചേഞ്ച് ആക്കി കൊടുക്കാം. ഇതിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഡിറ്റ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പ് തൊട്ടിട്ട് മേലോട്ടുള്ള ആ ഒരു CC ആ ഒരു ഷേക്ക് കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ദെൻ അത് ഡിലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലാഗ് കാരണം നിങ്ങൾക്ക് ആ ഒരു എഡിറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നേരെ അടിയിലേക്ക് വരാം. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞില്ലേ. സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു കളർ ആൻഡ് ഫില്ലിൻ്റെ അവിടെ റൈറ്റ് സൈഡിലായിട്ട് മീഡിയ എന്ന് പറഞ്ഞ് കാണും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് മീഡിയ ഇതിലേക്ക് ഇമ്പോർട്ട് ആക്കി കൊടുക്കാം. ഓക്കെ, ഇതേപോലെ ഇമ്പോർട്ട് ആക്കി കൊടുക്കാം. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഞാൻ ടെലിഗ്രാമിലും ഈ ഒരു ഡ്രൈവ് ലിങ്കിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് അയച്ചിരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് മീഡിയാസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണേ. സോ ആ ഒരു ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ഫോൺസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം ഫോൺസും കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽസിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു XML ഫയൽ യൂസ് ചെയ്യണത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ആ ഒരു മാവേലിയുടെ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷൻ ചെയ്യാനായിട്ട് നമുക്കൊരു പോസ്റ്ററിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യണ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു രീതിയിലുള്ള പോസ്റ്റർ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഈ ഒരു പോസ്റ്ററാണ് യൂസ് ചെയ്യണേ. അത് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്തിട്ട് അതിൻ്റെയും ഡ്യൂറേഷൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ശേഷം നമുക്ക് അടിയിലുള്ള ഫോട്ടോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത്രയും ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ എഫക്ട് സെക്ഷനിൽ വരാം. നമുക്ക് നേരെ സെർച്ചിൽ എന്നിട്ട് ഈ ഒരു ഗോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗോഷൻ ബ്ലർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിൻ്റെ എഫക്ട് സെക്ഷനിൽ വരാം. കളർ ആൻഡ് ലൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാറ്റുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് കാണും. സോ ആ ഒരു എഫക്റ്റ് നമ്മുടെ ഈ ഒരു ഫോട്ടോയിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ വൈബ്രൻസ് ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയിട്ട് കിട്ടും. ഓക്കെ, വീണ്ടും നമുക്ക് ആ ഒരു ഫോട്ടോയുടെ എഫക്ട് സെക്ഷനിൽ വരാം. ശേഷം നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് എടുക്കുന്ന സ്ട്രിപ്പ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൗണ്ട് നമുക്ക് ജസ്റ്റ് ഒരു 90 ആക്കി കൊടുക്കുക. ഓക്കെ, 97, 87 ഒക്കെ ആക്കി കൊടുക്കുക. ദെൻ ആംഗിൾ നമുക്ക് 0 ആക്കി കൊടുക്കുക. ശേഷം ആ ഒരു അടിയിൽ കാണുന്ന കളർ ചൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, ഫൈനലി നമുക്ക് ആ ഒരു സ്മൂത്തിങ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഫുൾ ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു രണ്ട് ഫോട്ടോയും നള്ളു 5 ആയിട്ട് കണക്ട് ചെയ്യണം. സോ അതിൽ ക്ലിക്ക് ചെയ്യുക.
നള്ള് കണക്ട് ചെയ്ത് ചെന്നിട്ട് 5 കൊടുക്കുക. ഓക്കെ, 2 ഫോട്ടോയും ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു സോങ്ങിൻ്റെ ബീറ്റ് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിലായിരുന്നു നള്ള് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ഈ ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് റൈറ്റ് സൈഡിലേക്കും വരാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ആ ഒരു മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണ്ടത് അതുപോലെ തന്നെ ആഡ് ചെയ്തിട്ട് ഈ ഒരു ഗ്രാഫ് എല്ലാത്തിലും ആഡ് ചെയ്ത് കൊടുക്കാം. സോ തൽക്കാലം ഞാൻ ഇത്ര മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇത് ഈ ഒരു ഗ്രാഫും കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്സ് ശ്രദ്ധിച്ചില്ലേ? സോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ആ ഒരു XML ഫയൽ ഓപ്പൺ ആക്കുക. എന്നിട്ട് നമ്മൾ എവിടെ നിന്ന് വെച്ചാണോ ആ ഒരു ഷേപ്പ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തത് അവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ആ ഒരു ഷെയ്ക്ക് തൊട്ടിട്ടുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ആ ഒരു CC അടക്കം ജസ്റ്റ് കോപ്പി ചെയ്യുക. നേരെ നമ്മുടെ മെയിൻ വീഡിയോസിൽ വരാം. നേരെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ അതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ബാക്ക്ഗ്രൗണ്ട്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. സോ അപ്പോൾ നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നല്ല രീതിയിൽ ബെറ്റർ ആയിട്ട് എഡിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.